ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് അറേയുടെ ഒരു അഡ്വാൻസ് ഫീച്ചറും കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. സ്പ്രെഡ് ഓപ്പറേറ്റർ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അറേയിലുള്ള എല്ലാ എലിമെൻറ്റ്സും അത് പുറത്തേക്ക് അൺപാക്ക് ചെയ്ത് ഒരു കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ് ആയിട്ട് നമുക്ക് തരും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും എന്താണ് സ്പ്രെഡ് ഓപ്പറേറ്ററിന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ കയ്യിലൊരു അറേ ഉണ്ട്. നമുക്ക് നെയിംസ് എടുക്കാം. ആദ്യം നെയിംസ് അറിയുണ്ട്. അതിൽ ഞാൻ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്. വിരാട്, രോഹിത്, ദ്രാവിഡ് എന്നൊക്കെ കുറച്ച് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബേസിക്കലി എന്താ ചോദിച്ചാൽ നമുക്ക് ഇത് ഞാൻ പറഞ്ഞു നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണമെന്ന്. സോ എനിക്ക് ഈ അറേ കോപ്പി ചെയ്യണം, പുതിയൊരു അറേയിലേക്ക്. അപ്പം ഞാനിവിടെ എഴുതാണ് കോൺസ്റ്റ് കോപ്പി നെയിം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ഓപ്പറേറ്റർ നെയിംസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് കോപ്പി നെയിം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി എററാണ് വരിക. അത് പ്രോപ്പറായിട്ട് കോപ്പി ആയിട്ടുണ്ടാവില്ല. സോ ഇത് എറർ അടിക്കും. ഓക്കെ, കാരണം ഇത് ഇൻവാലിഡ് ആണ്. ജസ്റ്റ് കോമ സെപ്പറേറ്റ് ലിസ്റ്റ് കൊണ്ട് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇഷ്യൂ. സോ കോപ്പി ആൻഡ് അറേ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഷാലോ കോപ്പിംഗ് ആണ്. സോ ഞാൻ പറഞ്ഞു ഇതുപോലെ എഴുതരുത് എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളത്. ഒരു നെയിംസ് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കരുത്. കാരണം ഇതെന്ന് വെച്ചാൽ ഈ അറേയുടെ ഉള്ളിൽ ഈ ഒരു അറേ ആകുമ്പോൾ നെസ്റ്റഡ് അറേ ആയിട്ട് മാറും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് നെസ്റ്റഡ് അറേ മാറും. നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഒരു അറേയുടെ ഉള്ളിൽ അടുത്ത അറേ വന്നു. കണ്ടോ, നെസ്റ്റഡ് അറേ വന്നു. സോ ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി പ്രോപ്പർ കോപ്പിംഗ് അല്ല, ഇത് നെസ്റ്റഡ് അറേ ആയിട്ട് മാറുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. സോ പ്രോപ്പർ കോപ്പിന് വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ ഈ അറേയുടെ ഉള്ളിൽ 3 ഡോട്ട്സ് കൊടുക്കാം. സോ ഓക്കെ, നമ്മൾ അങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാവും പ്രോപ്പറായിട്ട് കോപ്പി ആയിട്ടുണ്ട് അറേ. സോ ബേസിക്കലി അറേയുടെ ഉള്ളിൽ 3 ഡോട്ട്സ് ദെൻ നെയിംസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ അറേ കോപ്പി ചെയ്യുക. സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് നെയിംസ് ഉണ്ടല്ലേ. സോ ഞാൻ ഈ നെയിംസ് ഈ കോപ്പി ചെയ്ത ശേഷം നമുക്കൊന്ന് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഡോട്ട് പുഷ് സച്ചിൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ കൺസോൾ ഡോട്ട് നെയിംസ് ആദ്യം ഇടാം. 2 അറേയും കൂടി ടെസ്റ്റ് ചെയ്യാം നമുക്ക് എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള വാല്യൂ അറിയാനായിട്ട്. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ആദ്യത്തെ അറേയിൽ സച്ചിൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ അറേയിൽ സച്ചിൻ ആഡ് ചെയ്തിട്ടില്ല. സോ കോപ്പി പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത അറേ മാത്രമേ ആവുന്നുള്ളൂ. സോ മറ്റേ അറേ അധികം എഫക്റ്റ് ആവുന്നില്ല നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമൽ ഈക്വൽ ടു സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തില്ല, ഈക്വൽ ടു മാത്രം കൊടുക്കുകയാണെങ്കിൽ സെയിം റെഫറൻസ് ആയിരിക്കും, 2 എഫക്റ്റ് ആവും. സോ അത് എഫക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ ഇല്ലാണ്ട് നമ്മളിങ്ങനെ ചുമ്മാ ഈ അറേയില്ലാണ്ട് ജസ്റ്റ് കോപ്പി നെയിം ഈക്വൽ ടു നെയിംസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ചേഞ്ച് ചെയ്യുന്നോ മറ്റേ അറേയിലും കറസ്പോണ്ടിങ്ങിൽ എഫക്റ്റ് ആവും. കാരണം സെയിം ഒബ്ജക്റ്റ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി കോപ്പിങ് വർക്ക് ചെയ്യുന്നത് കാരണം ഇതൊരു പുതിയൊരു അറേയാണ്, ബ്രാൻഡ് ന്യൂ അറേയാണ് നമുക്ക് കിട്ടുക കോപ്പി നെയിം എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് എന്താ പറയുക പുതിയൊരു റെഫറൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കറസ്പോണ്ടിങ്ങിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും അറേയിലെ വാല്യൂസൊക്കെ. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് അതിനൊരു രണ്ടാമത്തെ യൂസ് കേസായിട്ട് എനിക്കൊരു മിനിമം ഒരു കുറച്ച് ലിസ്റ്റ് ഉണ്ട്. സോ അതിന് ഏറ്റവും ചെറിയ നമ്പറിൽ നമുക്ക് കണ്ടെത്തണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം മാത്ത് ഡോട്ട് മിൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. മാത്തിൽ ജാവാസ്ക്രിപ്റ്റ് ഇൻബിൽട്ട് മെത്തേഡാണ്. സോ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ 1, 5, -3 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ കൺസോൾ ലോഗ് ഇടാം മനസ്സിലാവാനായിട്ട്. കൺസോൾ ഡോട്ട് ലോഗ് ഏതാണ് ചെറുത് കിട്ടണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും -3 ചെറുതാണ് വരുന്നത്, ഇത് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ അറേ ഉണ്ടെന്ന് വിചാരിക്കുക, പ്രൈസസ് എന്ന് പറഞ്ഞ അറേയിൽ കുറച്ച് വാല്യൂസ് ഉണ്ട് നമുക്ക്. സോ ഇതിൽ നമുക്ക് ചെറുത് കണ്ടെത്തുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ നമുക്കിങ്ങനെ എന്നാൽ പിന്നെ പ്രൈസ് ഡയറക്റ്റായിട്ട് കൊടുത്താൽ പോരെ എന്നുള്ളത്, റൺ ചെയ്ത് കൊടുത്താൽ പോരെ എന്ന് വെച്ചാൽ. പക്ഷേ റൺ ചെയ്ത് കഴിച്ചാൽ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ N9 ആണ് കിട്ടുക. കാരണം ഇതൊരു അറേയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്പേഴ്സ് ആയിട്ടല്ല കൊടുക്കുന്നത്. സോ ബേസിക്കലി നമ്പേഴ്സ് ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഈ അറേനെ സ്പ്രെഡ് ചെയ്യുന്ന ആവശ്യമുണ്ട്. ഓക്കെ, സോ അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറേസിന് ഓരോരോ നമ്പേഴ്സായിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറുത് എന്താ വാല്യൂ എന്ന് വെച്ചാൽ അതവർ എടുത്തോളും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഫംഗ്ഷനിലും ഈ മിൻ ഫംഗ്ഷനിൽ ഒരു എക്സാമ്പിൾ ഞാൻ മിൻ ഫംഗ്ഷൻ എടുത്തുള്ളൂ, കോമ സെപ്പറേറ്റഡ് വാല്യൂസിലേക്ക് 1, 2, 3 എന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് കൊടുക്കുക. സോ അറേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ കേസ് അറേ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കാവുന്നതാണ്.
ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഡീപ്പ് കോപ്പി അല്ല, ഷാലോ കോപ്പിയാണ് നടക്കുന്നത് സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട്. സോ അത് എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത യൂസ് കേസ് എടുക്കാം അത് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പുതിയൊരു അറയുണ്ട്. ഓക്കെ, പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു അറയുണ്ട് വിചാരിക്കുക. സോ അറയുടെ ഉള്ളിൽ അറേ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് വന്നിട്ട് നെയിം സച്ചിൻ, എന്നിട്ട് ഏജ് ഞാൻ കൊടുത്തു, ഏജ് 40. ഓക്കെ, സോ അതേപോലെ തന്നെ അടുത്ത ഒരു അടുത്തൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്തു, രണ്ടാമത്തെ ഒബ്ജക്റ്റ്. സോ അതിൽ ഞാൻ വന്നിട്ട് വിരാട്ട്, ഏജ് ഞാൻ വന്നിട്ട് 36 കൊടുത്തു. ഓക്കെ, രണ്ടുപേരും അവരുടെ ഏജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമുക്കിത് കോപ്പി ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതും. ആക്ച്വലി കോപ്പി ചെയ്യാനായിട്ട് കോൺസ്റ്റ് കോപ്പി പേഴ്സൺ എന്നാക്കാം, നെയിം പറ്റിയിട്ട് വേരിയബിളിൻ്റെ പേര് പേഴ്സൺ. ഓക്കെ, ഈക്വൽ ടു നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് പേഴ്സൻ്റെ അറിയുന്ന സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോപ്പി ആയിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്തും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, console.log നമുക്ക് ആ രണ്ട് പേരും കൊടുക്കാം, പേഴ്സൺസും കൊടുക്കാം, ഇവിടെ കോപ്പി പേഴ്സണും കൊടുക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആക്ച്വലി ഇതൊരു അറേ വന്നിട്ടുണ്ട്. സോ സെയിം കോപ്പി പോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു അറേ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത് ഡീപ്പ് കോപ്പി അല്ല, ഷാലോ കോപ്പി നടക്കുന്നത്. ബട്ട് ഒബ്ജക്ട്സ്, ഇതിൻ്റെ ഉള്ളിൽ ഒബ്ജക്ട്സ് എല്ലാം സെയിം റെഫറൻസ് ആണെന്ന് ബേസിക്കലി പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഷാലോ കോപ്പിയാണ്. സോ പേഴ്സൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസും കോപ്പി പേഴ്സൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസും സെയിം ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പേഴ്സൺ, ഓക്കെ ആ പേര് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കോപ്പി ചെയ്യാം, പേഴ്സൺസ് ഓഫ് 0.age ഈക്വൽ ടു ഞാൻ 50 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അറയാണ് ചേഞ്ച് ചെയ്യുന്നത്, 50 എന്നാക്കാൻ പോവുകയാണ് ഈ അറയിലേക്ക് മാത്രം. പക്ഷേ ഈ അറ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബേസിക്കലി ഇവിടെ 50 വന്നിട്ടുണ്ട്, സെക്കൻഡിലും നമുക്ക് 50 വന്നിട്ടുണ്ട്. സോ രണ്ട് അറയിൽ കറസ്പോണ്ടിങ്ങിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് ചെയ്യാം. സോ റൺ ചെയ്യാവുന്നതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. സോ ഇതൊരു അറയാണ്, കൺഫ്യൂഷൻ വേണ്ട, ഇതൊരു അറയാണ്, ഇത് കോപ്പി പേഴ്സൺ രണ്ടാമത്തെ അറയാണ്. സോ ഈ അറയിൽ ഫസ്റ്റ് ഇവിടെ 50 വന്നിട്ടുണ്ട്, നമ്മൾ ഈ അറ ചേഞ്ച് ചെയ്ത്, പക്ഷേ കറസ്പോണ്ടിങ്ങിൽ സെക്കൻഡ് അറയിലെ വാല്യൂ കൂടി നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ കോപ്പി പേഴ്സൺ അറയിലും അത് ഏജ് കറസ്പോണ്ടിങ്ങിൽ 50 ആയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ആണ് കോപ്പി ചെയ്യുന്നത്, ആക്ച്വൽ ഒബ്ജക്റ്റ് അല്ല കോപ്പി ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഷാലോ കോപ്പിയാണ് നടക്കുന്നത്, അഡ്രസ്സിൻ്റെ റെഫറൻസ് ആണ് അവിടെ കോപ്പി നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, സോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്നാൽ പിന്നെ എങ്ങനെ ക്ലോൺ ചെയ്യും, എനിക്ക് ഒബ്ജക്ട്സും കൂടി സെപ്പറേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, മാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും എഴുതാണ്, കോൺസ്റ്റ് ഡീപ്പ് കോപ്പി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഈക്വൽ ടു ഞാൻ ആ അറേ എടുത്തു, നമ്മുടെ പേഴ്സൺസ് അറേ ഡോട്ട് മാപ്പ്. എന്നിട്ട് മാപ്പിൽ ബേസിക്കലി ഞാനിവിടെ പേഴ്സൺ മാത്രം കൊടുത്തു, ഒബ്ജക്റ്റ് എടുക്കുന്നു, ഫസ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ നമുക്ക് റിട്ടേൺ ചെയ്യാം. എന്ത് റിട്ടേൺ ചെയ്യുക വെച്ചാൽ ഞാനിവിടെ നെയിം പറഞ്ഞിട്ട് പേഴ്സൺ ഡോട്ട് നെയിം ഞാൻ കൊടുക്കും, റിട്ടേൺ ചെയ്യുന്നു. പിന്നെ ഏജ്, അപ്പോൾ പേഴ്സൺ ഡോട്ട് ഏജും കൂടി എടുത്തു. എന്നിട്ട് ഞാൻ ഡീപ്പ് കോപ്പി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഈ കൺസോൾ ലോഗിൽ കോപ്പി പേഴ്സൺ ഞാൻ മാറ്റിയിട്ട് ഡീപ്പ് കോപ്പിയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ കോപ്പി ചെയ്ത ശേഷം ഈ പേഴ്സൺസിലെ ആ ഒരു ഫസ്റ്റത്തെ ഏജ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം, ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. റൺ അടിച്ച് കഴിഞ്ഞാൽ സോ ഫസ്റ്റത്തിൽ 50 വന്നിട്ടുണ്ട്, സെക്കൻഡിൽ ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചാൽ പുതിയൊരു അറേയാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു മാപ്പ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിട്ടേൺ, പുതിയൊരു അറേ, ബ്രാൻഡ് ന്യൂ അറേ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊരു പുതിയ അറേ വന്നു, ഒബ്ജക്ട്സ്, ഇതിൻ്റെ ഉള്ളിലെ ഒബ്ജക്ട്സും ബേസിക്കലി പുതിയതാണ്. കാരണം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒബ്ജക്റ്റ് റെഫറൻസ് അല്ല, സോ പുതിയൊരു ഒബ്ജക്റ്റാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്ട്സും പുതിയതാണ്. സോ ബട്ട് സ്റ്റിൽ ബേസിക്കലി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ അനദർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഹോബീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അറേ ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ സോ അതിനും എന്താ പറയുക സെയിം റെഫറൻസ് തന്നെയായിരിക്കും. സോ അതിൻ്റെ അതും നമുക്ക് എടുക്കേണ്ടി വരും. സോ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഒരു ഹോബീസ് എന്ന് വിചാരിക്കുക. ഓക്കെ,
എന്നിട്ട് ഇതും അറിയാമെന്ന് വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ. സോ ബേസിക്കലി ഇതും നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അതും എടുക്കണം പ്രോപ്പറായിട്ട്, ഇതേപോലെ എടുക്കട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതിൻ്റെ റെഫറൻസും സെയിം ആയി പോകും കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇൻഫിനിറ്റ് ഡീപ്പ് കോപ്പി ഇത് ആക്ച്വലി ഈസി അല്ല, ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഡീപ്പ് കോപ്പി ചെയ്യുന്നത്. പ്രാക്ടിക്കൽ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ഡീപ്പ് കോപ്പി, അത് ഏത് സാധനമാണോ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഡീപ്പ് കോപ്പി എടുക്കാം. അതേഴ്സൊക്കെ നിങ്ങൾക്ക് ഷാലോ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് സ്പ്രെഡ് ഓപ്പറേറ്ററിൻ്റെ ഓവറോൾ ഐഡിയ. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് കേസസ് വെച്ചിട്ട് പരമാവധി സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുവിധ ഒരു യൂസ് കേസസും. സോ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ തിയറി ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ലേറ്റർ ഓൺ പ്രൊജക്ട്സ് ഒക്കെ വർക്ക് ചെയ്യാൻ ടൈമിലേക്ക് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുക, കൂടുതലും ഈ സ്പ്രെഡ് ഓപ്പറേറ്ററൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറേ കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു മെത്തേഡാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സിലേക്കൊക്കെ അറേ വാല്യൂസ് അൺപാക്ക് ചെയ്യാനുള്ള സൂപ്പർ യൂസ്ഫുൾ മെത്തേഡാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ മിന്നിലൊക്കെ യൂസ് ചെയ്ത് mat.min നമ്മൾ യൂസ് ചെയ്തത് അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഒബ്ജക്ട്സിൽ ഉള്ള അറേസൊക്കെ ആണെങ്കിൽ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷാലോ കോപ്പി നടക്കുള്ളൂ. സോ അതിന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡീപ്പ് കോപ്പി മാച്ച് ചെയ്യണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതാണ് സ്പ്രെഡ് ഓപ്പറേറ്ററിൻ്റെ ഓവറോൾ ഐഡിയ. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ പുറത്ത് നിറയെ റിസോഴ്സസ് ഉണ്ട് സ്പ്രെഡ് ഓപ്പറേറ്ററിനെ കുറിച്ചിട്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ സൂപ്പറായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ. സോ ഇത് മനസ്സിലായില്ലെങ്കിൽ മാത്രം നിങ്ങളത് ഗോ ത്രൂ ചെയ്യുക. ഇൻ കേസ് മനസ്സിലായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.